ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നടിയിലും വിതരണവും സംഘടിപ്പിച്ചു. മുണ്ടക്കയം CMS LP സ്കൂളിൽ നടന്ന പരിപാടിക്ക് യൂണിറ്റ് പ്രസിഡന്റ് TS റഷീദ് അധ്യക്ഷത വഹിച്ചു. മുണ്ടക്കയം പോലീസ് സബ് ഇൻസ്പെക്ടർ KB ബിബിൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുവരെ ഈ ജൂൺ 5-ാം തീയതി നട്ട തൈകൾ മുഴുവൻ സംരക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വനസമ്പത്തുള്ള ഭൂമിയെ മാറിയാണ്. നമ്മളൊരു ചടങ്ങിൽ ഒതുക്കാണ്, വേറെ കൂടുതലില്ല. അതിൽ വെക്കുക, ആ ഒരു ചടങ്ങ് കഴിഞ്ഞ കുറെ ഫോട്ടോ എടുക്കുക, അത് പത്രങ്ങളിൽ കൊടുക്കുക, മാധ്യമങ്ങളിൽ വരിക, അത് കഴിഞ്ഞു. ആ ചെടി 2 ദിവസം വെള്ളം ഒഴിക്കും, ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങി പോകും. ഇതെല്ലാവർക്കും കാണുന്ന സിസ്റ്റമാണ്, എല്ലാ പോലീസ് സ്റ്റേഷനും കാണുന്ന സിസ്റ്റമാണ്. ഞാൻ വരുന്നത് തിരൂരിലാണ്. തിരൂരിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ 2 തൈകൾ വെച്ചിരുന്നു. ഞാൻ നാളെ തിരൂർ പോയി ബാങ്കിക്ക് സ്റ്റേഷനിൽ പോയി തൈകൾ ഞാൻ അവിടെ നോക്കി, അവിടെ തിരൂര് തൈകളില്ല. അപ്പൊ ഇത്രയുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെക്കുന്ന ഈ 2 തൈകളെങ്കിലും, ഇവിടെ വെക്കുന്ന സ്കൂൾ കോമ്പൗണ്ടിൽ വെക്കുന്ന ഈ 2 തൈകളെങ്കിലും ഇവിടെ ശരിയായ രീതിയിൽ പരിപാലിച്ച് അതിലൊരു നല്ലൊരു വൃക്ഷമാക്കി തീർക്കാൻ ഇവിടുത്തെ അധ്യാപിക തോന്നി കഴിയട്ടെ. നമുക്ക് നല്ല ഒരു വനസമ്പത്തുള്ള ഒരു സംസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മഞ്ജുഷ KVVS ഭാരവാഹികളായ PM നജീബ്, സിനോൾ തോമസ്, RC നായർ, S സാബു, PHM നാസർ, V മനോജ്, ജോർജ് വർഗീസ്, നിബുമോൻ PS, ജോഷി ജോസഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യോഗത്തിൽ 50 വർഷമായി മുണ്ടക്കയം മേഖലയിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വരുന്ന OJ കുഞ്ഞുമോന് വൃക്ഷമിത്ര അവാർഡ് നൽകി ആദരിച്ചു. മുണ്ടക്കയം മേഖലയിൽ 1000-ഓളം വൃക്ഷത്തൈകൾ ആണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.